ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹാൻഡ്സ് കിച്ചൺ. ഇത് നമ്മളന്ന് അസ്ദയിൽ നിന്ന് വാങ്ങിച്ച ആ സീ ഫുഡ് ബോക്സാണ് കേട്ടോ. രണ്ടെണ്ണം വാങ്ങിച്ചില്ലേ, അതിലൊരു ബോക്സാണിത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു നാടൻ റെസിപ്പി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 4-5 വലിയ അല്ലി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതും കൂടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. വേറെ സവാള അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിന് വേണ്ട. അപ്പോൾ ആ ഒരു ബോക്സിൽ നിന്ന് എനിക്കിതാണ് കിട്ടിയത്. ഇത് കുറച്ച് ആ റെഡ് ആൻഡ് വൈറ്റ് കളറിൽ കിടക്കുന്നത് അത് ക്രാബ് സ്റ്റിക്സ് ആണ് കേട്ടോ. ക്രാബ് സ്റ്റിക്സ്, പിന്നെ നമ്മുടെ കല്ലുമ്മക്കായ മസിൽസ്, പിന്നെ കുറച്ച് പ്രോൺസും ചെമ്മീനുമാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു നാടൻ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. പിന്നെ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാൻ. പിന്നെ ഞാനൊരു രസത്തിന് കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്, എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ടാണ്. എന്നിട്ട് ആ പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ കൂട്ടി അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂർ അത് അവിടെ ഇരിക്കണം. എന്നാലേ ഉള്ളൂ അത് ആ മസാലയൊക്കെ അതിൽ നല്ലപോലെ പിടിക്കുകയുള്ളൂ. ഇതിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയാണ് കേട്ടോ. അത് വെച്ച് ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. എണ്ണ നല്ലപോലെ പരക്കുമല്ലോ, കുഴിവുള്ള ചട്ടിയൊന്നുമല്ല. അപ്പോൾ അത് പരന്ന് വരുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മുടെ ഈ സീ ഫുഡ് വെച്ചങ്ങ് കൊടുത്താൽ മതി. മസാല തേച്ച് വെച്ചേക്കുന്ന ആ ഒരു സംഭവം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആദ്യം കുറച്ച് നേരം തീ കൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. വല്ലാതെ വേവാനൊന്നുമില്ല. ഇത് ഏകദേശം ഒന്ന് വെന്ത സാധനമാണ്, ഹാഫ് കുക്ക്ഡാണ്, റെഡി ടു ഈറ്റ് എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വേവണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒന്ന് ആവി കയറി വന്നപ്പം അതിൻ്റെ ആ ക്രാബ് സ്റ്റിക്കൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ബൾജായി വന്നു. അത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോഴേക്കും ഇത് നല്ലപോലെ ഡ്രൈ ആയി വരികയും ചെയ്യും. അതേപോലെ ആ ക്രാബ് സ്റ്റിക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചുങ്ങിപ്പോവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ മതി. അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ഇളക്കിയിട്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ചേക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ അത് തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇരുന്ന് അത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ആ എണ്ണയ്ക്ക് ഇങ്ങനെ ചൂടായി തന്നെ ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചെമ്മീനും നമ്മുടെ കൂന്തലൊക്കെ കിട്ടുമ്പം ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ പുറത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് UK യിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്ദയിൽ നിന്ന് കിട്ടും. ഇത് 4.5 പൗണ്ട് കൊടുത്താൽ 2 ബോക്സ് കിട്ടുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.